ഇത് കൂടൽമാണിക്യം ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് പ്രശസ്തമായ കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമന്റെ അനുജനായ ഭരതനാണ് സംഗമേശ്വരൻ, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പണ്ട് കുറുമാലിപ്പുഴയും ചാലക്കുടിപ്പുഴയും സംഗമിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇരിങ്ങാലക്കുട. രണ്ട് ചാലുകൾ കൂടിച്ചേരുന്ന ഈ സ്ഥലത്തെ ഇരുങ്കാടിക്കൂടൽ എന്ന് വിളിച്ചിരുന്നു. ഈ നദീ സംഗമവുമായി ബന്ധപ്പെട്ടാണ് സംഗമേശ്വരൻ എന്ന പേരുണ്ടായത്. വനവാസം കഴിഞ്ഞെത്തുന്ന ശ്രീരാമനെ കാണാൻ അയോധ്യയുടെ അതിർത്തിയായ നന്ദിഗ്രാമത്തിലിരുന്ന് തപസ്സു ചെയ്ത ഭരതനാണ് ഇവിടത്തെ സങ്കല്പം. ശ്രീരാമൻ മടങ്ങിയെത്തുന്നു എന്ന സന്തോഷ വാർത്ത ഹനുമാൻ ഭരതനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പ്രസന്നഭാവത്തിൽ ഭഗവാനെ സ്വീകരിക്കാനായി നിൽക്കുന്നതാണ് പ്രധാന വിഗ്രഹം. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ചരിത്രപരമായി ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ജൈനമത തീർത്ഥങ്കരനായ ഭരതേശ്വരനെയാണ് പണ്ട് ആരാധിച്ചിരുന്നതെന്നും പിന്നീട് കാലക്രമേണ അത് വൈഷ്ണവ ആരാധനാലയമായി മാറിയെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പൂജകളും ആചാരങ്ങളും വളരെ വ്യത്യസ്തമാണ്. രാമായണത്തിലെ 4 സഹോദരന്മാരെ ഒരേ സമയം ആരാധിക്കുന്ന നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ടതാണ്. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി, ശാസ്താവ്, ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഉപദേവന്മാരും ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ എല്ലാ സേവയും സംഗമേശ്വരന് മാത്രമേ ചെയ്യാറുള്ളൂ. വാതിൽ മാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല. സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ള പോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെയില്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ നടക്കുന്നു. എതിരേറ്റ് പൂജയും പന്തീരടിയുമില്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ. ഉത്സവ ബലിയുമില്ല, ശ്രീഭൂത ബലി മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. ക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ മത്സ്യങ്ങൾ ഒഴികെ മറ്റു ജലജന്തുക്കൾ സാധാരണമല്ല. പൂജയ്ക്കായി ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ ഉപയോഗിക്കുന്നില്ല. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നു.